ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ബ്ലാക്ക് ജാമുൻ മൊജിറ്റോ തയ്യാറാക്കിയാലോ. നമ്മുടെ ഞാവൽപ്പഴം നല്ല ടേസ്റ്റുള്ള നല്ല പഴുത്ത് തൊടുത്ത ഞാവൽപ്പഴം വെച്ചിട്ട് അടിപൊളി മൊജിറ്റോ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് നല്ല പഴുത്ത ഞാവൽപ്പഴം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ കുരു ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള ആ ഫ്ലഷ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ കുരുവെല്ലാം മാറ്റിയ ഞാവൽപ്പഴം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ എന്തോരം പേർക്ക് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഞാവൽപ്പഴം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്. ഒത്തിരി പേർക്കല്ല, 2 പേർക്കായിട്ടുള്ളത് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുരുവൊക്കെ കളഞ്ഞ് ഞാവൽപ്പഴം എടുത്തു. ഇനി ഇങ്ങനെ കുരു കളഞ്ഞിട്ടുള്ള ഈ ഞാവൽപ്പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പഴുത്ത ഞാവൽപ്പഴം ആകുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റി ആയിരിക്കുക. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പുതിനയിലയാണ്. പുതിനയില എടുക്കുമ്പോഴായാലും നല്ല ഫ്രഷ് പുതിനയില നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഞാവൽപ്പഴം അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു കളർ കാണാനായിട്ട്. ഇനി അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഞാവൽപ്പഴം അരച്ചിട്ടുള്ള ആ ഒരു മിക്സ് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് അല്ലേ. നല്ല രസമാണ് കാണാനായിട്ട്. നല്ല കട്ടിക്കാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്, അതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല തണുപ്പൊക്കെ വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതിന് മുകളിലായിട്ട് ഈ ഒരു സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ല തണുത്ത സോഡ അതിലേക്ക് നമുക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ സോഡയ്ക്ക് പകരം നിങ്ങൾക്ക് ഇപ്പോൾ മധുരമുള്ള നമ്മുടെ സ്പ്രൈറ്റോ അല്ലെങ്കിൽ 7up ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി ഇങ്ങനെ വരും. അതിനുശേഷം നമുക്ക് ഈ ഒരു സെർവിങ് ഗ്ലാസ്സിനെ ഒന്നും കൂടിയും അത് കഴിക്കുന്നത് ഒന്നും കൂടി രസകരമാക്കാനായിട്ട് ആ ഗ്ലാസ്സിന് ചുറ്റുഭാഗത്ത് മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഷോർട്സിന് ചെയ്തതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങ ഒന്ന് ഉരച്ചു കൊടുത്തിട്ട് അതിന് മുകളിൽ പഞ്ചസാര പൊടി ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുടിക്കുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മുടെ മൊജിറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം ആ ഒരു കട്ടിക്കുള്ള ആ ഒരു മിക്സ് നമ്മൾ താഴെയല്ല ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുടിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മൊജിറ്റോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സമയത്താണല്ലോ ഞാവൽപ്പഴം കിട്ടുമ്പോഴല്ലേ നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഞാവൽപ്പഴം കിട്ടുന്ന ഈ ഒരു സീസണിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.